സൂറത്തുൽ ബഖറ വലിയ ബഹുമാനമുള്ളതാണ്. എല്ലാ സിഹറും എല്ലാ പ്രയാസങ്ങളും തടുക്കാനുള്ള മാർഗമാണെന്ന് മാത്രമല്ല, അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറക്കാൻ ഏറ്റവും വലിയ മാർഗമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചു. കേട്ടില്ലേ നിങ്ങൾ? ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു സ്വഹാബി പ്രമുഖനാണ്. മഹാനവറുകൾ കുതിരപ്പുറത്ത് വന്നുകൊണ്ട് ആ കുതിരയെ വീട്ടിന്റെ അടുക്കൽ നിർത്തി. അന്നത്തെ വാഹനമാണ്. എന്നിട്ട് വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുകയാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്. അൽ ബഖറ സൂറത്ത് ഓതുകയാണ്. നന്നായി സ്ഫുടമായ രൂപത്തിൽ ഓതുന്നു. അൽ ബഖറ സൂറത്ത് ഓതുകയാണ്. ഖുർആൻ ഓതുമ്പോൾ വീട്ടിന്റെ അടുത്തുള്ള കുതിര ഫജാലത്ത് ആ കുതിര തുള്ളുകയാണ്. കുതിര ഓടിപ്പോവാൻ നോക്കുകയാണ്. വേഗം ഉസൈദ് റളിയല്ലാഹു അൻഹു ശബ്ദം കേട്ടപ്പോൾ ഖുർആൻ ഓതി നിർത്തിയപ്പോൾ ഫസക്കനത്ത്, ആ കുതിര പിന്നെ തുള്ളാനും ചാടാനും നിന്നില്ല, അടങ്ങിപ്പോയി. വീണ്ടും ഖുർആൻ ഓതി. വീണ്ടും ആ കുതിര ഫജാലത്ത് ഹദീസിൽ കാണാം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഫജാലത്ത് പിന്നെയും തുള്ളാൻ തുടങ്ങി. അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഓത്ത് നിർത്തി. അങ്ങനെ അവിടുന്ന് പുറത്തേക്ക്, വീട്ടിന്റെ പുറത്തേക്ക് വന്നപ്പോൾ തന്റെ യഹ്യ എന്ന് പറയുന്ന മകൻ ആ കുതിരയുടെ അടുക്കൽ ഉണ്ടായിരുന്നു. ആ കുതിരയെ പിടിക്കാൻ മറ്റോ വേണം നോക്കുന്ന കുട്ടിയെ ബാപ്പ ഉസൈദ് റളിയല്ലാഹു അൻഹു അല്പം പിന്നോട്ടേക്ക് മാറ്റി വെച്ചുകൊണ്ട് വെറുതെ ഒന്ന് മുകൾ ഭാഗത്തേക്ക് നോക്കിയതാണ്. സുബ്ഹാനല്ലാഹ്, വീട്ടിന്റെ മുകൾ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ വലിയൊരു അത്ഭുതം കാണുകയാണ്. വീട്ടിന്റെ മുകളിൽ മേഘക്കുട പോലെയുള്ള സാധനം കാണുന്നു. അതിൽ കത്തിച്ചു വെച്ച വിളക്കുകൾ പോലെയുള്ള സാധനങ്ങൾ കാണുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ പിന്നെ അതില്ല. രാവിലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സയ്യിദുൽ വജൂദ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് അവിടുന്ന് വിഷയങ്ങളൊക്കെ പറഞ്ഞു. നബിയെ, ഞാൻ ഇന്ന് രാത്രി ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉസൈദേ അത്തദ്രി മാദാക യാ ഉസൈദ്, ഉസൈദേ നീ കണ്ട വസ്തു എന്താ നിനക്കറിയോ? ഇല്ല നബി, എനിക്കറിയില്ല. എന്നാൽ തിൽക്കൽ മലായിക, അത് റഹ്മത്തിന്റെ മലക്കുകളായിരുന്നു. ധനത്തിന് സൗതിക, നിന്റെ ഖുർആൻ പാരായണം, നിന്റെ ആ ഖുർആന്റെ ശബ്ദം കേട്ടപ്പോൾ നിന്റെ വീട്ടിനടുക്കൽ ആ റഹ്മത്തിന്റെ മലക്കുകൾ നിനക്ക് അനുഗ്രഹം നൽകാൻ വേണ്ടി വന്നതാണ്. ലൗ ഖറഅത, നീ എങ്ങാനും സുബ്ഹി വരെ ആ ഖുർആൻ ഓതുകയാണെങ്കിൽ ലഅസ്ബഹത്, അത് അവിടെ തന്നെ ഉണ്ടാകുമായിരുന്നു ആ മലക്കുകൾ. ലാ തതവാറ മിൻഹും യൻദുറു നാസു ഇലൈഹാ, ജനങ്ങളെല്ലാം അതിലേക്ക് നോക്കുമായിരുന്നു. നിങ്ങൾ നോക്കൂ, എന്തൊരു മഹത്വമാണ്.